ഉറപ്പായ ഒരു നിലപാട് പാർട്ടി സെക്രട്ടറിക്ക് പറയാൻ കഴിയാതെ പോകുന്നത്. എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത്? ഇവിടെയാണ് ഇവർ രണ്ടുപേരും കളതരമാണ് പബ്ലിക്കിനോട് പറയുന്നതെന്നില്ലാണ്. ഒരു ഭാഗത്ത് പാർട്ടി അന്വേഷിക്കേണ്ട കാര്യം പാർട്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് വളരെ തന്ത്രപരമായ മൂപ്പർ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം എന്താന്ന് പറഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിയാണ് സത്യത്തിൽ അയാളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയായിരിക്കുന്ന പി ശശിക്ക് മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന ഒരു ക്ലീൻ ചിറ്റ് ആദ്യം മുൻകൂട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ പാർട്ടിയിനകത്ത് അന്വേഷിക്കണം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി അത്ര സംഭവം അന്വേഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എന്ത് നടപടിയാണ് ഇപ്പുറത്ത് എടുക്കാൻ കഴിയുക എന്ന് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ച സമയത്ത് ചോദിച്ചപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന മറുപടി എന്താണെന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് വേറെ രീതിയിൽ അന്വേഷണങ്ങൾ നടക്കും, അത് സ്വാഭാവികമായി നടക്കും. ഒരു അന്വേഷണവും നടക്കൂല എന്നതുകൊണ്ടാണ് പാർട്ടിക്കകത്ത് അന്തിമ വാക്ക് ഓവരി പൊട്ടൻസ് എന്ന് പറയുന്ന ഒരു തിട്ടൂരം ആര് വരുന്നത് പറഞ്ഞാൽ മുഖ്യമന്ത്രി അപ്പുറത്ത് ഇറക്കുകയാണ് ചെയ്ത്. അത് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിനോട് സാധനം മണ്ണാങ്കട്ടം നടക്കില്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. ഈ ബോധ്യം ഉണ്ടാകുന്ന ഇത്തരത്തിലായ വെറും ഗിമ്മിക്കുകൾ മാത്രമായി ഈ സംഭവത്തെ ഞാൻ ചുരുക്കുകയാണ് ചെയ്തത്. ഇവിടെയും വരുന്ന വിഷയം എന്താന്ന് പറഞ്ഞാല് അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഗൗരവമേറിയിരിക്കുന്ന വിഷയത്തെ അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഗൗരവമേറിയിരിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളല്ല, അതാണ് ഏറ്റവും പ്രധാനം. ഗൗരവമേറിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളല്ല. ഈ മന്ത്രിസഭക്കകത്ത് നിന്നുകൊണ്ട് ഈ മുഖ്യമന്ത്രിയും ഈ പറയുന്ന പരിപാലകരും നടത്തുന്ന സാമൂഹ്യ വിരുദ്ധമായ സ്വർണ്ണക്കള്ളക്കടത്ത്, മറ്റു രീതിയിലുണ്ടായിരിക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനത്തിന്റെ ഡോക്യുമെന്റാണ് വാസ്തവത്തിൽ മുഴുവൻ ആരത്തുള്ളതെന്ന് ഈ അൻവറിന്റെ കയ്യിലുള്ളത്. അത് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വരുമ്പോഴാണ് ശരിക്കും എന്താ വെച്ചാൽ ഇത് എത്രമാത്രം സാമൂഹ്യ വിരുദ്ധമായ ഒരു പാർട്ടിയായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിവർത്തിപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന ഒരു വിചിത്ര യാഥാർത്ഥ്യത്തെ ഈ കേരളത്തിലെ പൊതുജനം പിന്നീട് അറിയാൻ പോകുന്നതിലാണ്. അത്തരം ഒരു അവസ്ഥയിലേക്ക് അൻവർ വലിച്ചു കീറുന്ന ഒരു ചിത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവനൊക്കെ വീട്ടിനകത്ത് കയറി ഇരിക്കൂലമില്ല. ഈ മുഖ്യമന്ത്രി ഇതാൾക്ക് 42 വാഹനത്തിന്റെ അകമ്പടിയോടെ ആയാൽ പോലും അതിനേക്കാൾ അപ്പുറത്ത് വരാവുന്ന മാസ് അബ്സേർജിന് സമാനമായിരിക്കുന്ന അവസ്ഥയിലേക്ക് ജനകീയ രോഷം ഉയർത്താൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഏറ്റവും ശക്തമായിരിക്കുന്ന എന്തൊക്കെയോ ആയുധങ്ങൾ ആരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. എന്നിട്ട് ഇദ്ദേഹം അതിനെ തെറ്റിക്കുന്നതിന് വേണ്ടി വിജയിക്കുന്ന രണ്ട് ദുരുപദിഷ്ഠിതമായ രണ്ട് പ്രയോഗങ്ങൾ ഇദ്ദേഹം അതിനകത്ത് നടത്തുന്നത്. അൻവറിനുണ്ടായിരിക്കുന്ന ബന്ധങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ആ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നത് മുഴുവൻ തന്നെ വളരെ കൃത്യമായിരിക്കുന്ന ഗൂഢമായ രാഷ്ട്രീയ താല്പര്യത്തോടെയാണ് ഈ വാർത്താ സമ്മേളനം വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയും വരുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നതായിരിക്കുന്ന ഒരു വസ്തുത എന്താണെന്ന് പറഞ്ഞാൽ അൻവർ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തെ അഡ്രസ് ചെയ്യാൻ ഈ പാർട്ടിക്ക് സാധ്യമല്ലാത്ത ഒരു അവസ്ഥ വന്നിരിക്കുന്നു എന്നതാണ്. അഥവാ അൻവർ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ പാർട്ടിക്ക് വേണമെങ്കിൽ അതിനെ തള്ളിക്കളയാം, അത് പബ്ലിക്കിന്റെ മുമ്പിൽ തള്ളിക്കളയാം. പക്ഷേ പാർട്ടിക്കകത്ത് ഇത് ഗൗരവമേറിയിരിക്കുന്ന വിഷയമായി അത് രൂപം കൊണ്ടേക്കാം, വളരെ ഗൗരവകരമായിരിക്കുന്ന വിഷയമായി രൂപം കൊണ്ടേക്കാം. ഈ രൂപം കൊണ്ടാൽ പോലും ആ രൂപം കൊള്ളുന്ന വിഷയം പോലും പാർട്ടിക്കകത്ത് ചർച്ചയാവാതിരിക്കാനുള്ള ജാഗ്രതയും സൂക്ഷ്മതയുമാണ് ആര് കാണിക്കുന്നത്? ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ കാട്ടുകള്ളനും കാണിക്കുന്നത്. അതോടൊപ്പം ഇതെല്ലാം തന്നെ ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന ഈ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്ന ഗോവിന്ദനും കാണിക്കുന്നത്. ഇവിടെയാണ് വാസരുന്നത്. അവിടെയും വാസ്തവത്തിൽ ആര് മുഴച്ചു നിൽക്കാനും ഈ MP ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി അവിടെ അപ്പോഴും ദുർബലായി മാറുന്നു മാത്രമല്ല അൻവർ എന്ത് വരികയാണ്, അൻവർ കൂടുതൽ കരുത്തനും ശക്തനുമായി മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അൻവർ ഉന്നയിച്ചിരിക്കുന്ന വിഷയം ചർച്ച ചെയ്യാതെ പോവുക ഇനി പാർട്ടിക്ക് സാധ്യമല്ലാത്ത ഒരു ചിത്രത്തിലേക്ക് സംഗതികൾ മാറും. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഇതിന് വലിയ തോതിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധി അൻവർ അനുദിനം എന്നോണം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയുമാണ്. CPIക്ക് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട റോൾ ഇത് രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാനുള്ള കിടക്കുന്ന ഒരു ഗ്രൗണ്ട് കൂടി ഇപ്പോൾ ഒരുങ്ങുകയാണ് ചെയ്തത്. ഒരു മൂന്നാമത്തെ ഒരു വിഷയം ഞാൻ പറയാം. ഈ സ്വതന്ത്രരായിരിക്കുന്ന MLA-മാർ വരുന്നു. സ്വതന്ത്രമായിരിക്കുന്ന MLA-മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. 1957 അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിസഭയ്ക്ക് നിൽക്കുന്ന VR കൃഷ്ണയ്യ, പ്രൊഫസർ മുണ്ടശ്ശേരി, ഡോക്ടർ AR മേനോൻ. അപ്പൊ ഇവര് ഈ വരുന്ന ആളുകൾ എന്താണെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം തന്നെ പാർട്ടിക്കകത്തേക്ക് പാർട്ടിയുടെ പക്ഷം ചേർന്നത് സ്വതന്ത്രമാണവരല്ലോ. പാർട്ടിക്കകത്തേക്ക് വന്ന് അവരെല്ലാം തന്നെ പാർട്ടി വിരുദ്ധ പ്രവർത്തകരോ പൊതുജന വിരുദ്ധരുമായി മാറാതെ സേവനം നയിച്ചു എന്നുള്ളതാണ് അവർക്ക് ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ ബഹുമതി അവിടെയാണ്. ഇപ്പൊ ഇവിടെ തന്നെ ഇതിന് ശേഷം നമ്മൾ പിന്നെയും നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ TK ഹംസ, മറുഭാഗത്ത് വന്ന് ലോനപ്പൻ നമ്പാടൻ, ഇങ്ങനെ വരുന്ന ആളുകൾ ഇതിനകത്ത് പോകുന്നത്. പക്ഷെ ഇവരെല്ലാവരും തന്നെ എന്താണ് പാർട്ടി സംവിധാനങ്ങൾക്കും അതിന്റെ മുന്നണി സംവിധാനങ്ങൾക്കും കീഴ്പ്പെട്ടാണ് പ്രവർത്തിച്ചത്. എന്നാൽ അൻവർ അങ്ങനെയല്ല പ്രവർത്തിച്ചത്. ഈ വിമർശനം അൻവർക്കെതിരെ ഉന്നയിക്കുമ്പോൾ പോലും ഉയർന്നു ഒരു വലിയ വിഷയമുണ്ട്. ആ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇതേപോലെ സ്വതന്ത്രരായി വന്നിട്ട് ഉള്ള ആളുകൾ മന്ത്രിമാരും MLA-മാരുമായി സുദീർഘമായ സേവനം അവർ നടത്തുകയും 80-കൾക്ക് ശേഷം ഇതേപോലെ തന്നെ TK ഹംസ, ലോനപ്പൻ നമ്പാട് ഇതേപോലെയാണ് വന്ന് മുന്നണിയുടെ ഏറ്റവും ശക്തരായിരിക്കുന്ന വക്താക്കളും പ്രവർത്തകരുമായിട്ട് അവർ മാറിത്തിരികയും ചെയ്തിരിക്കുമ്പോഴും ആ പാർട്ടി സംഘടനാ സംവിധാനത്തിന് അതിന്റേതായിരിക്കുന്ന മൂല്യം ഉണ്ടായിരുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം. മൂല്യം ഉണ്ടായിരുന്നു.
ഇത്രമാത്രം ആഘട്ടം അഴിമതിയിൽ മുങ്ങിയിരിക്കുന്ന, സ്വതന്ത്രപക്ഷപാതത്തിൽ മുങ്ങിയിരിക്കുന്ന പിന്നെ ഒരു വൃത്തികെട്ട ഒരു സംഘടനാ രൂപമായി ആ പാർട്ടി മാറിയിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോഴെന്തായി, അൻവർ വരുമ്പോഴാണ് അൻവറിന് മനസ്സിലാവുന്നത് എന്തെന്ന് ഇത് അങ്ങേയറ്റം മരീവസമായ സംഭവമാണ് എന്ന് അൻവറിന് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ. ഇത് തിരിച്ചറിഞ്ഞു എന്നതുകൊണ്ടാണ് അൻവർ എന്ത് ചെയ്തതെന്നറിയോ? ബുദ്ധിശാലിയായിരിക്കുന്ന അൻവർ ഈ പാർട്ടിക്ക് അതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കാതിരുന്നത്. ഇവിടെയാണ് നമ്മൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കീ പോയിന്റ് കണ്ട്. എന്തുകൊണ്ട് അൻവർ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തില്ല? ഈ മെമ്പർഷിപ്പ് എടുക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? അൻവറിന് അത് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ആ ഘട്ടത്തിലെല്ലാം തന്നെ ഇയാൾ ഈ പാർട്ടിക്കകത്തുള്ള ഓരോ ആളുകളുടെയും വളരെ സസൂക്ഷ്മമായി ഇയാൾ വീക്ഷിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ വെക്കുമ്പോഴാണ് ഇയാൾക്ക് മനസ്സിലാവുന്നത് ഇത് മുഴുവൻ തന്നെ കറപ്റ്റായിരിക്കുന്ന ആളുകളുടെ, സാമൂഹ്യ വിരുദ്ധന്മാരായിരിക്കുന്ന ആളുകളുടെ വലിയൊരു കേന്ദ്ര ബിന്ദുവാണ് ഇതും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ എംപറർ എന്ന് വിളിക്കാവുന്ന ഒരൊറ്റ ആളുകളൂ. ആ എംപറർ ആരാണ്? ആ എംപറർ കേരളത്തിലെ ചീഫ് മിനിസ്റ്ററാണ് എന്ന് ആര് തിരിച്ചറിഞ്ഞിരിക്കുന്നു? ഈ അൻവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയം, ക്രിമിനൽ എംപറർ. ആ ക്രിമിനൽ എംപറർ ആയിരിക്കുന്ന ഒരാൾക്കെതിരെയാണ് ഈ പറയുന്ന അൻവർ യുദ്ധം പ്രഖ്യാപിച്ചപ്പോ അതിന്റെ കമാൻഡർ ഇൻ ചീഫായിട്ട് വരുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. ആ കമാൻഡർ ഇൻ ചീഫായിട്ട് വരുന്ന ഒരാളാണല്ലോ ഗോവിന്ദ മൂപ്പർ. ഈ ഗോവിന്ദന് പോലും ഒരക്ഷരം ഉരിയാടാൻ പറയാതെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇഴഞ്ഞു പോകുന്ന രീതിയിൽ വാർത്താ സമ്മേളനം നടത്തിയിട്ട് അൻവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയ വിഷയത്തെ പ്രതിരോധിക്കാൻ കഴിയാത്ത ദുർബലമായ അവസ്ഥയിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി അത് പിരിഞ്ഞു പോകാനുണ്ട്. ഇത് വളരെ 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 പിന്നെ വിചിത്രമായ ഒരു സംഭവമാണ്. യഥാർത്ഥത്തിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്ത വിധത്തിലേക്ക് അതിന്റെ രാഷ്ട്രീയം തീർത്തും ദുർബലമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെളിവാക്കുകയാണ് ചെയ്തത്. അഥവാ പാർട്ടി അഴിമതിക്കാരുടെയും പിന്നെ കെടുകാര്യസ്ഥക്കാരുടെയും സ്വജനപക്ഷപാതികളുടെയും കള്ളക്കടത്തുകാരുടെയും പിന്നെ എന്താ പറയാ സ്ഥാനമോഹികളുടെയും ധനമോഹികളുടെയും ലൈംഗിക അരാജകവാദികളുടെയും ഇതെല്ലാം കൂടി ഉണ്ടായിരിക്കുന്ന ഒരു വിചിത്രമായ ഒരു പിന്നെ സംവിധാനമായി പാർട്ടി മാറ്റപ്പെട്ടിരിക്കുന്നുവെന്ന് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങളെ സ്ഥിരീകരിക്കുന്ന വിധത്തിലാണ് വാസ്തവത്തിൽ പ്രതിരോധ നിർത്താൻ കഴിയാതെ പോയിട്ടുള്ള പിന്നെ ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം എന്ന് നിസ്സംശയം പറയാമെന്നാണ് മിസ്റ്റർ അയ്യപ്പദാസ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ചേട്ടാ, അപ്പോഴേ ഇന്നിപ്പോ ഈ പത്രസമ്മേളനത്തിൽ ഗോവിന്ദൻ പറഞ്ഞു പാർട്ടിയിലെ ഇപ്പോ ഉള്ള സഖാക്കൾ അൻവറിനെതിരെ സമരമുഖത്തേക്ക് ഇറങ്ങിയേക്കും പാർട്ടി തീരുമാനിക്കുമെന്ന്. അതുവല്ല നടക്കുമോ ചേട്ടാ? അത് നടക്കില്ല. അതിനകത്തൊരു വിഷയം എന്താന്ന് പറഞ്ഞാല് ഇതെല്ലാം നിങ്ങൾക്ക് നേരത്തെ നടക്കുന്ന സംഭവങ്ങളാണ്. അതൊന്നും പഴയ പോലെ ചെലവാവില്ല. അതായത് കേരളത്തിനകത്ത് ഗംഭീരമായി നടത്തിയിട്ട് ഇപ്പൊ അതിനകത്ത് പെട്ടിരിക്കുന്ന ഒരു വാർത്തകളും കൂടിയല്ലേ ഞാനല്ലോ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഇനി ആവർത്തിക്കുക സാധ്യതയിലെ ഏറ്റവും എന്താ പറയാ ഭീകരമായ ഒരു സംഭവമാണല്ലോ ടി.പി. ചന്ദ്രശേഖരൻ. അത് ഏറ്റവും ഭീകരമായ ഒരു പാർട്ടിയറല്ലേ അത്. മറ്റേ കാലം നിൽക്കുന്ന കാലത്തോളം ജ്വലിച്ചു നിൽക്കുന്ന ഒരു രക്തസാക്ഷിയായിട്ട് ചന്ദ്രശേഖരൻ മാറുന്നതുകൊണ്ടല്ലേ. അങ്ങനെല്ലാം വരുന്ന ഒരു ചിത്രത്തിലേക്ക് പോവുക സാധ്യമല്ല. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട് അതിനകത്ത്. ഒന്ന്, ഇതിനകത്തുള്ള ആളുകൾ മുഴുവൻ തന്നെ എന്താന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തിക മേൽക്കോയ്മയുള്ളവരായി കഴിഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ മുഴുവൻ തന്നെ കള്ളന്മാരാണ് എന്ന് ഏതാണ്ട് പൊതുവിൽ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ രണ്ട് വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ പോലെ ചെയ്യാൻ സാധ്യമല്ല. ഇത് ഈ പറയുന്ന ഗോവിന്ദൻ സാധാരണ നിലയ്ക്ക് ഒരു പഴയ ഹാങ് ഓവറിലോ മറ്റോ പറഞ്ഞു പോയിരിക്കുന്ന ഒരു എന്താ പറയാ, നമുക്ക് വേണമെങ്കിൽ ഒരു തമാശ എന്ന് വേണമെങ്കിൽ പറയാം. അതിനപ്പുറത്തേക്കൊന്നും കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. അതായത് അത്തരം സംഘടനാ രൂപങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. ഇനി ഞാൻ തിരിച്ച് ചോദിക്കുക, അത്തരം സംഘടനാ രൂപങ്ങൾക്ക് നിലനിൽക്കുന്നതാണ് എങ്കിൽ ഇയാൾ വാർത്താ സമ്മേളനത്തിൽ എന്ത് വേണം? ആ വാർത്താ സമ്മേളനം എന്താന്ന് പറഞ്ഞാൽ അത് ശരിക്കും പിന്നെ തീപിടിച്ചത് കൊടുത്ത വാർത്താ സമ്മേളനമായിരിക്കണം. ഈ തീപിടിച്ചത് പോലുള്ള വാർത്താ സമ്മേളനം നടത്താൻ ഗോവിന്ദന് കഴിയാത്ത ദുർബലനായ പ്രതിരോധിച്ചിട്ട് കഴിയാത്ത വിധത്തിൽ അയാൾ ദുർബലനായി പോയത് എവിടെയാണെന്നറിയോ? ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിന് സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ അത്രമാത്രം പ്രസക്തിയുണ്ട് എന്ന് പൊതുജനത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പൊതുജനം അത് അംഗീകരിച്ചിരിക്കുന്നു. ഇതാവുന്ന കൺസെന്റ് ഓഫ് ദ പാർട്ടിയാണത്. പാർട്ടിയുടെ ചെലവിലല്ല നാട്ടുകാർ നടക്കുന്നത്. അത് അവർ അംഗീകരിച്ചിരിക്കുന്നില്ല. ഈ അംഗീകരിച്ചിരിക്കുന്നു യാഥാർത്ഥ്യത്തെ പിന്നെ ഗോവിന്ദൻ മനസ്സുകൊണ്ട് അംഗീകരിച്ചിരിക്കുന്നുണ്ടാണ്. പിന്നെ മറ്റൊരാൾ പറയുന്നു എന്ന് പറയുന്നത് അത് അയാൾക്ക് പറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ളൂ. അയാൾക്ക് അത് പറഞ്ഞേ പറ്റുള്ളൂ. നിങ്ങൾ നോക്കിക്കോ, ഇതിനകത്തൊന്നും ഈ പഴയ രീതിയിലൊന്നും പിന്നെ ഈ പാർട്ടിയുടെ പിന്നെ ശക്തികൾ കെട്ടഴിച്ചു വിട്ട് പ്രതിരോധിക്കുക എന്ന് പറയുന്ന അതൊന്നും അപ്രായോഗികമായി. കാരണം ഒരു തരത്തിലും നടപടിയാവാൻ സാധ്യതയുണ്ടാവില്ലെന്ന് അയ്യപ്പദാസ് എനിക്ക് തോന്നുന്നു കേട്ടോ. ചേട്ടാ, ഈ അൻവറിന് പിറകിൽ ആരെങ്കിലും പാർട്ടിയിലെ ശക്തികളുണ്ടോ എന്നൊരു ചോദ്യം ഇദ്ദേഹത്തോട് ചോദിച്ചു. അതിന് അദ്ദേഹം അവ്യക്തമായ മറുപടിയാണ് പറഞ്ഞത്. അല്ല, അതിന്റെ വിഷയം തന്നെ അൻവർ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ആരുടെ വിഷയങ്ങൾ കൂടിയാണ്? ഈ പാർട്ടിക്കകത്ത് നാവ് പിന്നെ അറുത്തു മാറ്റപ്പെട്ടിരിക്കുന്നവരുടെ, ബധിരരാക്കപ്പെട്ടിരിക്കുന്നവരുടെ, മൂകരാക്കപ്പെട്ടിരിക്കുന്നവരുടെ വിമ്മിട്ടങ്ങളാണത്.
ബധിരനും മൂകരുമാക്കപ്പെട്ടിരിക്കുന്ന വിമ്മിട്ടങ്ങളാണത്. കാരണം അത് നിർമ്മിച്ചിരിക്കുന്നത് ആരാണ്? ഞാനീ പറഞ്ഞിരിക്കുന്ന ക്രിമിനൽ നമ്പറാണ്. ഈ ക്രിമിനൽ നമ്പർ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പഴയ പാർട്ടി സെക്രട്ടറി അയാൾ ഉണ്ടാക്കി വിട്ടാണ്. അവരെല്ലാം തന്നെ അതിനകത്ത് വളരെ ദുഃഖിതരാണ് അവർക്ക്. പക്ഷെ അങ്ങനെ പറയാൻ പറ്റിയിരിക്കുന്ന ആളുകൾ ഇതിനകത്ത്, അതാ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെടുത്ത് പറഞ്ഞത്, അങ്ങനെ ഒരു കലാപത്തിന് തിരികൊടുത്താൻ പറ്റിയിരിക്കുന്ന ഒരാൾ ഒരു പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിക്കകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഈ ചിത്രം ഉറപ്പാണ് മാറുന്നുള്ള കാര്യം. പക്ഷെ ആരത് ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം. ആരത് ചെയ്യും? ഇത് ചെയ്യാൻ ഈ പറയുന്ന സംഭവം അവിടെ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. ഈ ഒരു അവസ്ഥ വന്നേക്കുമോ എന്നുള്ള ഉൾഭയത്തിൽ നിന്ന്, ഭീതിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആരെന്ത് ചെയ്യുന്നത്? ഈ ഗോവിന്ദൻ വളരെ മൈൽഡായി ഈ പറയുന്ന രീതിയിലുള്ള സംഭവം അത് എഴുതി വായിക്കുകയാണ് ചെയ്തത്. ഇതുവരെ സാധാരണ അങ്ങനെ എല്ലാം ഇവർ ചെയ്യുന്നത് അത് എഴുതി വായിക്കുകയാണ് ചെയ്തത്. അതും ഏതാണ്ട് പല ഘട്ടങ്ങളിൽ പോലും പേജുകൾ എടുക്കുന്നതിനകത്ത് ഒരു വിമുഖത പോലും കാണിക്കുന്ന വിധത്തിലോ തപ്പിപ്പോന്ന വിധത്തിലുമാണ് മൂപ്പർ അതിൽ ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ. അക്ഷരാർത്ഥത്തിൽ അൻവർ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ ഗൗരവതരമായിരിക്കുന്ന CPIM അകത്തെ ആഭ്യന്തര പ്രശ്നത്തിലേക്ക് വളരെ ഗൗരവതരമായിട്ട് വിരചൂണ്ടുന്നതാണ്. കറപ്റ്റായിരിക്കുന്ന ആളുകളുടെ കേന്ദ്ര ബിന്ദുവാണ് മുഖ്യമന്ത്രിയുടെ ആപ്പീസ് എന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അയ്യപ്പദാസോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞത്, മാറേണ്ടത് ആരാണ്, മാറ്റേണ്ടത് ആരെയാണ്? ADGPയെയും അല്ല, ശശിയെയും അല്ല. മാറ്റേണ്ടത് ആരെയാണ്? മാറ്റേണ്ടത് മുഖ്യമന്ത്രി എന്ന ഈ പെരുങ്കള്ളനെയാണ് മാറ്റേണ്ടത്. പെരുങ്കള്ളനെയാണ് മാറ്റേണ്ടത്. പക്ഷേ ആ പെരുങ്കള്ളനെ മാറ്റുന്ന സംഭവത്തിന്റെ മുകളിൽ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോ, അല്ലെങ്കിൽ ആളുകൾ സംശയങ്ങൾ ഉന്നയിച്ചപ്പോ ആ സംശയങ്ങൾക്ക് പോലും പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു മറുപടിയില്ലാതെ മറ്റൊരു മറുപടിയും അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു കേസുണ്ടോന്നാണ് മൂപ്പറുടെ ചോദ്യം. ഒരു FIR FIR ഉണ്ടോന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. ആരാണ് എടുക്കേണ്ടതില്ലാണ് ചോദ്യം. FIR ആരാണ് എടുക്കേണ്ടതില്ലാണ് ചോദ്യം. ഇവിടെ ഇത് തന്നെയാണ് വരുന്നത്. പൂരത്തിന്റെ വിഷയത്തിലെ പോലെ ക്രൈംബ്രാഞ്ച് എന്നെ എടുക്കും. ആരാ ക്രൈംബ്രാഞ്ചിന്റെ ചുമതലക്കാരനാരാ? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയല്ലേ? ഇയാളല്ലേ ആഭ്യന്തര വകുപ്പ് മന്ത്രിയല്ലേ? കാരണം നമ്മളെന്താ പറഞ്ഞാൽ ഈ ഒരു ഇരിക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ വിഡ്ഢികളാണ് എന്ന ഒരു മുൻധാരണയോടെ സംസാരിക്കുകയും ആ മുൻധാരണ അംഗീകരിക്കുന്ന രീതിയിൽ പെരുമാറുന്ന പത്രക്കാരുമായി പോയി കഴിഞ്ഞാൽ എന്താണെന്നറിയോ? തന്നെ ആകെ ചിത്രം മാറിയുന്നില്ലാണ്. അതുകൊണ്ട് അപ്പോഴും അവിടെയെല്ലാം ഇതെല്ലാം ഒളിച്ചു വെച്ചാൽ പോലും മുളച്ചു നിൽക്കുന്ന വിഷയം അവിടെയുണ്ട്. അൻവർ ഉയർത്തിയിരിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ, അൻവർ ഉയർത്തിയിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ, അതായത് കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള സംബന്ധിച്ച് ഗൗരവതരമായിരിക്കുന്ന വിഷയങ്ങൾ ഗൗരവതരമായ വിഷയങ്ങളായി പൊതുസമൂഹത്തിനകത്ത് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ആ വാർത്താ സമ്മേളനത്തിന് ശേഷവും അത് കണ്ടവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതാണ് അയ്യപ്പദാസ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഷാജിട്ട, ഇന്നിപ്പോ പോളിറ്റ് ബ്യൂറോ അവിടെ കൂടുന്നുണ്ട്. ദേശീയ നേതൃത്വത്തിന് മുന്നിൽ കേരളത്തിൽ ഇതേപോലെ അടിക്കടി ഉണ്ടാകുന്ന വിഷയങ്ങൾ അവർക്കും ഒരു ചെറിയ വിഷയമായി തീർന്നിട്ടുണ്ട്. ഇന്ന് ഈ പോളിറ്റ് ബ്യൂറോയിൽ എന്തെങ്കിലും ഒരു ചർച്ച ഇതിനെ സംബന്ധിച്ച് ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. അതിനൊന്നും ഒരു സ്പേസും ഇല്ല. അതിനകത്ത് രണ്ട് വിഷയങ്ങളാണ്. ഒന്നെന്താന്ന് പറഞ്ഞാല് പാർട്ടി കോൺഗ്രസിനുള്ള അജണ്ടയൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞില്ല. ഇന്നത്തെ അജണ്ടയിൽ അതൊന്നും ഉണ്ടാവില്ല അല്ലേ? ഇല്ല. അതൊന്നും എടുക്കുന്നില്ല. സെൻട്രൽ കമ്മിറ്റിയിൽ വന്നു. സെൻട്രൽ കമ്മിറ്റി എന്താണ് ഈ വിഷയം ചിലപ്പോ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അത് എടുക്കുകയില്ല. ആരാണ് പറയാ? ആര് പറയും? പ്രകാശ് കാരാട്ട് പറയാ? വൃന്ദാ കാരാട്ട് പറയോ? കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന ഏത് സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ് ഇതിനകത്ത് ഇങ്ങനത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്? ഇപ്പൊ പറയാ? ആരാ പറയാ? ആര് പറയും? മെലിഞ്ഞുണങ്ങിയിരിക്കുന്ന സെൻട്രൽ ലീഡർഷിപ്പിന്റെ അകത്തുനിന്ന് കേരളത്തിന്റെ അകത്ത് ഇടപെടാൻ മാത്രം ഉണ്ടാക്കുന്ന എന്ത് രാഷ്ട്രീയമുണ്ട്, എന്ത് മറ്റാരോഗ്യമാണ് വാർത്തത് CPMന്റെ സെൻട്രൽ കമ്മിറ്റിക്കുള്ളത്? ആർക്കാവുള്ളത്? ആരെങ്കിലും ഉണ്ടാ? ഒന്നും ഉണ്ടാവില്ല. അതല്ല ഇതിലെന്താ പറഞ്ഞാൽ വളരെ ഒരു ചിരിച്ചിരായെ കുറിച്ച് പിരിയാന്നല്ലാതെ വേറെ ഒരു തരത്തിലുള്ള സംഭവങ്ങളും അതിനകത്ത് വരാനുള്ള താൽക്കാലിക സെക്രട്ടറി, ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കുമായിരിക്കും അല്ലേ? അതിനൊന്നും ഒരു ചാൻസും ഉണ്ടാവില്ല. സാധ്യതയില്ല എന്നാ തോന്നുന്നത് കേട്ടോ. അത് ഇനിയിപ്പോ ഇവർ വെറുതെ എന്താണ് അങ്ങനെ വെച്ചിട്ട് ഇപ്പൊ ആരെങ്കിലും ഒന്ന് മോഹിപ്പിക്കാൻ ഇവിടെ വെച്ചിട്ട് അടുത്ത പാർട്ടി കോൺഗ്രസ് കിടക്കുന്നേരം മാറ്റിക്കളയാവുന്ന രീതിയിൽ വെക്കുമോന്ന് അറിയില്ല. പക്ഷെ അതിനൊന്നും ചാൻസ് ഇല്ലാതെ തോന്നുന്നു. ചിലവർക്കെല്ലാം ഉണ്ടാവുമായിരിക്കും. ഇങ്ങനെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കാന്നും പറയുന്നത് വലിയ മോഹമല്ലേ, വലിയ ആഗ്രഹമല്ലേ, വലിയ തസ്തികയല്ലേ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന മോഹം ഉള്ളവർ ഉണ്ടാവാൻ ചിലപ്പോ. പക്ഷെ അതിനൊന്നും ഇതിനകത്ത് സ്കോപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല. അത് രണ്ട് വിഷയമാണ്. ഒന്ന്, അത് വരികയാണെങ്കിൽ കേരളത്തിലെ ഈ വിഷയം കൂടി ചർച്ചയാവുന്ന ഒരു ചിത്രം വരും. അപ്പൊ ആ ചർച്ചയാവുന്ന വിഷയം വരുന്നേരം എന്ത് ചെയ്യും, അവിടെ ഒരു നീരസമോ അസ്വാരസ്യങ്ങളോ അതിനും കൂടി രൂപപ്പെട്ടേക്കാം. അതുകൊണ്ട് ഇത്തരത്തിലുണ്ടായി കേരളത്തിൽ നിന്ന് ഒരാളെ പാർട്ടി സെക്രട്ടറി ആക്കണമെന്ന് പറയാവുന്ന ഒരു വിഷയം അതിന്റെ മുകളിൽ ഇപ്പോ ഉന്നയിക്കാൻ ഇവരുടെ കുബുദ്ധി എന്തായാലും അവരോട് പറയൂ. അത് വേണ്ട എന്ന് അവരോട് പറയുന്ന തോന്നുന്നു. അതിന് ചാൻസ് ഉള്ളൂ ശരിക്കും. അതല്ലാതെ അങ്ങനെ ഒരു പാർട്ടി സെക്രട്ടറി തൽക്കാലത്തേക്ക് ചെറിയ തീരുമാനത്തിലേക്കൊന്നും അങ്ങനെ എടുക്കാനുള്ള സാധ്യതയൊന്നും അതിന്റെ ആവശ്യമില്ല. കാരണം അതല്ലാതെ പിന്നെ വലിയ എന്താണെന്ന് പറഞ്ഞാൽ ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനത്തിന്റെ മുകളിൽ ചാർജ് കൊടുത്തേക്കുമായിരിക്കും. നിങ്ങൾ എത്ര ഉണ്ടാവും?
ചേട്ടാ പിന്നെ ഒരു കാര്യം കൂടെ, പാർട്ടി വിട്ടു പോയവരുടെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ എന്നൊരു കാര്യം കൂടെ ഗോവിന്ദൻ പറഞ്ഞു. എം വി ഗോവിന്ദൻ. അതെ, പാർട്ടി വിട്ടുപോയവരുടെ അവസ്ഥ അത് രണ്ടർത്ഥത്തിലാണ് പറഞ്ഞത്. അതിനകത്ത് ഏറ്റവും പ്രധാനം തന്നെ പാർട്ടി വിട്ടുപോയവരെല്ലാം തുരഞ്ഞു പോയിട്ടുണ്ടെന്ന് പറഞ്ഞ അർത്ഥമുണ്ട്. രണ്ടാമത് വരുന്ന വിഷയമാണ് ഏറ്റവും പാർട്ടി വിട്ടുകൊണ്ട് കാലിന്റെ മുട്ടടിച്ചവർ മുറിച്ചിട്ടുണ്ട്. അതാണ് അങ്ങനെ മുറിക്കാതെ വെല്ലുവിളിച്ച് കണ്ടിരിക്കുന്ന ഒറ്റയാളി കേരളത്തിലുണ്ട്. അതായത് MBR ആണ്. അതായത് ഒറ്റയാളി കേരളത്തിൽ MBR മാത്രമാണ്. ഗൗരിയമ്മയില്ലേ? ഗൗരിയമ്മ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അതിന് ശേഷമില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു സംവിധാനത്തിനെതിരെ പിന്നെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് തീരുമാനിച്ച് ഉറക്കിട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നടക്കുന്ന സമരത്തിനകത്തോടൊപ്പം വരാവുന്ന ജനാധിപത്യ ബോധങ്ങളുണ്ട്. ആ ജനാധിപത്യ ബോധത്തിനകത്ത് നിങ്ങളെ പഴയ പോലെ തന്നെ നിലനിർത്താനല്ല പ്രേരിപ്പിക്കുക, പകരം അതിനകത്ത് നിന്ന് കുറെ കൂടി മാറാൻ പ്രേരിപ്പിക്കും. ഇങ്ങനെ മാറാൻ പ്രേരിപ്പിക്കാതെ മാറാൻ പറഞ്ഞാൽ പോലും മാറാത്ത ഒരാളും കൂടിയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ഈ ക്രിമിനൽ നമ്പർ. കാരണം മനുഷ്യൻ എന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യൻ സ്നേഹം, കരുണ, ദയ, പിന്നെ ഇങ്ങനെയെല്ലാം വരുന്ന ഒരുപാട് വികാരങ്ങൾ പിന്നെ ഒരു മനുഷ്യന്റെ കൂടെ കടന്നു പോകുമ്പോഴാണ് മനുഷ്യൻ സംസ്കാര സമ്പന്നനായി വളരുന്നത്. ഈ വളർച്ചയാണ് മനുഷ്യന്റെ പുരോഗതി എന്ന് പറയുന്നത്. അതാണ് മനുഷ്യന്റെ പുരോഗതി എന്ന് പറയുന്നത്. ഈ പുരോഗതി പിന്നെ സ്പർശിക്കാതെ, ലോകത്തിന് പോലും സ്പർശിക്കാതെ പോയിരിക്കുന്ന ഒരൊറ്റയാളുണ്ടെങ്കിൽ ഈ കേരളത്തിനകത്ത് ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അയാൾ ഇപ്പോഴും എന്താണെന്ന് പറഞ്ഞാൽ ഈ വാള്, ബലം, അധികാരം, ഈ ഒരു സംഭവത്തിന് അപ്പുറത്തേക്ക് കടക്കാൻ അയാൾക്ക് അറിയില്ല എന്നുള്ളതാണ്. ഈ അറിയാത്ത അവസ്ഥ കൊണ്ട് അയാളുടെ അതേ മാനസികാവസ്ഥയിലേക്ക് ആളുകളെ കൊണ്ടുചെന്ന് എത്തിക്കാനാണ് അയാൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഇത് കൊണ്ടുചെന്നെത്തിക്കാൻ സാധാരണ നിലയ്ക്ക് കഴിയാവുന്ന സംഘടനാശരിക്ക് പുറമെ അതോടൊപ്പം തന്നെയാണ് ഇത് പണത്തിന്റെ ആർത്തിയും മറ്റ് ആസക്തികളും വരുന്നത്. ഇത്തരം ആസക്തികൾ വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത് പറഞ്ഞാൽ ഏറ്റവും പിന്നെ വിനീതനുമാക്കപ്പെട്ടിരിക്കുന്ന ആൾ വരിക. ആ വിനീതനുമാക്കപ്പെട്ടിരിക്കുന്ന ആളിന്റെ അതൊരു പ്രധാനപ്പെട്ട ഒരാളാണ് AK ബാലൻ എന്ന് പറഞ്ഞ ചങ്ങായി. ആ AK ബാലൻ ഇന്നും ഡൽഹിയിൽ നിന്ന് പിന്നെ ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ പിന്നെ വിഷപ്പാമ്പിന് പോലും പാല് കൊടുത്ത വിഷപ്പാമ്പ് പോലും കഴിക്കൂല എന്നാണ്. അത് ഏതാ ശാസ്ത്രം എനിക്ക് തന്നെ അറിയില്ല. ഇത് ശരിക്കും പിണറായിന്റെ ഈ മുഖ്യമന്ത്രി വിജയന്റെ പാല് കുടിച്ചിട്ടുണ്ടാവുകയാണ്. അതുകൊണ്ടല്ലേ ഈ അങ്ങനെ പോകുന്നത്. അങ്ങനെ പാല് കുടിക്കാത്ത ആളുകൾ കേരളത്തിലുണ്ട് എന്നുള്ളൊരു തെളിവും കൂടിയാണ് ആരും അറിയോ ഈ അൻവർ. പാല് കുടിച്ചവന് മാത്രമേ ഇങ്ങനത്തെ ഇത്ര അസംബന്ധമായ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ കഴിയൂ. അൻവർ പാല് കുടിച്ചിട്ടില്ല. പാല് കുടിക്കാത്തതുകൊണ്ടാണ് അൻവർ ഇത്ര ബോൾഡായി ഇയാളെ നെഞ്ചു നേരെ വിരച്ചുകൊണ്ടി നിങ്ങൾ പെരും കള്ളനാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി തീർത്തത്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ കൊള്ളില്ല എന്നും ആ വകുപ്പ് നിങ്ങൾ ഒഴിയണമെന്നും പറയുന്ന ചിത്രം ഉണ്ടാകുന്ന അവിടെയാണ് ശരിക്കും. അപ്പൊ അതാണ് ശരിക്കും. അതായത് മനുഷ്യന്റെ പുരോഗതി എന്ന് പറയുന്നത് ജനാധിപത്യ ബോധത്തോടൊപ്പം അത് വികസിക്കുന്നുള്ളതാണ്. ഈ വികസിക്കുന്ന അവസ്ഥയെ അയാൾക്ക് മനസ്സിലാവില്ല. കാരണം അയാൾക്ക് മനസ്സിലാക്കാത്ത അയാൾക്ക് അങ്ങനത്തെ മാനസികത ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പഴയ രീതിയിൽ ആളുകളെ പിന്നെ ശരിപ്പെടുത്തിയതുപോലെ കീഴ്പ്പെടുത്തിയതുപോലെ പുറത്തുള്ള മനുഷ്യരെ ഇനി കീഴ്പ്പെടുത്താൻ അത്ര എളുപ്പത്തിൽ സാധ്യമാവില്ല. അത് സാധ്യമാവാത്തത് കൊണ്ടാണ് ഇപ്പൊ TP ചന്ദ്രശേഖരനെ പിന്നെ വധിച്ചതിന് ശേഷം ഉണ്ടാക്കുന്ന കേരളത്തിൽ ഉണ്ടാക്കുന്ന വമ്പിച്ച പൊതുജന മുന്നേറ്റം, അതിനെതിരായി വർദ്ധിക്കുന്ന വലിയ ഇതുണ്ട്. ഇപ്പൊ ഇവിടെ ഷുഹൈബ് ബോധം, പിന്നെ കാസർഗോഡ് വയ്ക്കുന്ന ശരത്ലാൽ മറ്റേ അവരുടെ വധം. അപ്പൊ ഇതെല്ലാം പിന്നെ നേരത്തെ ഉണ്ടാക്കിയതിനേക്കാൾ എത്രയോ ഗൗരവമേറിയിരിക്കുന്ന ജനാധിപത്യത്തെ കുറിച്ചുണ്ടാക്കുന്ന ചർച്ചകൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. ഈ ചർച്ചകൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ എന്ത് വരുന്നത്. ഇവിടെ പണമെന്ന സംഭവത്തിന്റെ ഈ കോളക്ക് കടുംപെട്ട് ഇവിടെയും നമ്മൾ കാണേണ്ട വിഷയം സ്വപ്ന സുരേഷ് ആണെന്ന് ഈ പറയുന്ന സ്വർണത്തിന്റെ ഈ ഭൂതം തുറന്നു വിട്ടത് ഇവിടെ. ആ തുറന്നു വിട്ട സംഭവത്തിന്റെ അല വീണ്ടും ഇയാളെ നിരന്തരമായിട്ട് ഇയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം ഒരു അവസ്ഥയിൽ നിന്ന് അയാൾക്ക് മോചിതരാവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അൻവർ വളരെ പുതിയ വിഷയങ്ങളായിട്ട് അത് കൊണ്ടുകൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ അൻവർ ഉയർത്തിയിരിക്കുന്ന വിഷയത്തെ ഈ പറയുന്ന എന്തെങ്കിലും കാട്ടുനീതി ഉപയോഗിച്ചുകൊണ്ട് അതിനെ പിന്നെ ചെറുക്കാമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമായിരിക്കും. അത് മാത്രമല്ല അയാൾക്കെതിരായിട്ട് അങ്ങനത്തെ ഒരു നീക്കം നടത്താൻ ഇവർ തുനിയുകയുമില്ല. കാരണം അൻവർ ഒരുപാട് സ്റ്റഫുള്ള, ഒരുപാട് വസ്തുതകൾ കയ്യിലുള്ള ഒരാളായിട്ടാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പെരുമാറിയതുപോലെ അൻവറിന്റെ പെരുമാറാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. ഇനി മറ്റെന്തെങ്കിലും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് എങ്കിൽ അത് ഇവർ പിടിച്ചാൽ ഇവരുടെ കയ്യിൽ നിൽക്കാത്ത ചിത്രമായിട്ട് അത് കേരളത്തിനകത്ത് മാറുകയും ചെയ്യും. അതാണ് അതിന്റെ വേറൊരു ദുരന്തം. ഏതായാലും ചേട്ടാ അൻവറിനെ ഭയക്കുന്ന CPM എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇനിയും നമുക്ക് അൻവറിനെ തീർച്ചയായും ഭയക്കുന്നു. അതെ. അപ്പൊ ഇനിയും നമുക്ക് ഡെവലപ്മെന്റ്സുകൾ കാണേണ്ടി വരും. നാണം കെട്ട് പത്തി മടക്കേണ്ടി വരുന്ന CPM, നാണം കെട്ട സെക്രട്ടറി, നാണം കെട്ട മുഖ്യമന്ത്രി. ഞാൻ ചേട്ടനെ ഇനിയും വിളിക്കും, നമുക്ക് സംസാരിക്കാം. താങ്ക് യു ചേട്ടാ. താങ്ക് യു.